ഹായ് ഫ്രണ്ട്സ്, സുബിൻ ടെക് ഇൻഫോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒന്നുമില്ല കേട്ടോ, ഒരു സ്റ്റാർ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ എടുക്കാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു, വിട്ടുപോയതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറുതായി പനിയൊക്കെ ഉള്ളതുകൊണ്ട് സൗണ്ട് നിങ്ങൾക്ക് കേട്ടാൽ തന്നെ അറിയാതുകൊണ്ട് വിട്ടുപോയി. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ചാർട്ട് പേപ്പറാണ്. ചാർട്ട് പേപ്പറിൽ ആണ് നമ്മൾ സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മളൊരു സ്റ്റാറിൻ്റെ നീളം വയ്ക്കുന്നത്, സ്കെയിലിൽ വയ്ക്കുന്നത് 25 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഫുൾ ഇങ്ങോട്ട് 4 സൈഡ് 25 കേട്ടോ. അങ്ങനെയുള്ള പേപ്പറുകളാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ചാർട്ടിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് മുമ്പ് നമ്മൾ സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് സാധാരണ കളർ പേപ്പറിലായിരുന്നു. ഇത് വന്നിട്ട് ചാർട്ട്, വെയ്റ്റ് ചാർട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളൊരു 6 പീസ് എടുത്തിട്ടുണ്ട്. 6 ലീഫുള്ള സ്റ്റാറാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കാണുന്നത് അതുപോലെ കോണായിട്ട് മടക്കി കൊടുക്കുന്ന സമയത്ത് ഒരു ഭിത്തി വേറെ കോണിൽ ഒട്ടുന്ന പോലെയാണ് മടക്കി കൊടുക്കുന്നത്. അങ്ങനെ 6 പീസ് നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിക്കൊടുക്കുക എന്നാണ് പരിപാടി കേട്ടോ. ഇത് പലവരും പല മോഡൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ടൈപ്പുണ്ട്. പിന്നെ ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ട് കട്ട് ചെയ്യാതുണ്ട് ഒരു ടൈപ്പുണ്ട്. 2-3 ടൈപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ ഒരു മോഡൽ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് കണ്ടത് ഇപ്പോൾ വരച്ചെടുത്ത ഭാഗം കട്ട് ചെയ്ത് കളയും. ഞാൻ ഈ മോഡൽ ചെയ്തിട്ടില്ല, വേറെ മോഡൽ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ എല്ലാ 6 ഷീറ്റും ഇതേപോലെ വരച്ച് ക്ലിയർ ആക്കിയിട്ട് സ്റ്റാറിൻ്റെ ഈ ലെവലിൽ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ 6 2 കോണും കട്ട് ചെയ്ത് സെൻറ്ററും കട്ട് ചെയ്യാനുണ്ട്. നമുക്കതുപോലെ മടക്കി കൊടുത്തിട്ട് ഉള്ളിലോട്ട് ഒട്ടിച്ച് കൊടുക്കാനുള്ള, ഉള്ളിലോട്ടല്ല വെളിയിലോട്ട് ഒട്ടിച്ച് കൊടുക്കാനുള്ള പ്ലാനാണ്. ഞാൻ സാധാരണ ഉള്ളിലോട്ട് ഒട്ടിച്ച് കൊടുക്കാറ്. ഇതിൽ ഒരു ചെറിയ ഫാൾട്ട് പറ്റിയിട്ടുണ്ട്. സ്റ്റാർ വെളിയിലോട്ട് ഒട്ടിച്ച് കൊടുത്തു. സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫിനിഷിങ് കമ്മിയായിരിക്കും. എൻ്റെ വേറെ തന്നെ ഒരു സ്റ്റാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൽ ഞാൻ ഉള്ളിലോട്ട് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത് കുറച്ചും കൂടി കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാവും. ഞാനെന്ന് പറയാം, നമ്മൾ കുറേ അതിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു മറവയിൽ ഇത് മേലേക്ക് വെച്ച് ഒട്ടിച്ചു. അങ്ങനെ ഒട്ടിക്കുമ്പോൾ ഫിനിഷിങ് കുറവായിരിക്കും. നമുക്ക് വീട്ടിൽ കാണാൻ പറയും. നമ്മളിപ്പോൾ അതിന് മുമ്പ് ഒട്ടിക്കുന്ന മുമ്പായിട്ട് ഹോൾ അടിക്കാനായിട്ട് പോയിൻ്റ് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നായിട്ട് ഹോൾ അടിച്ചാൽ മതിയല്ലോ. നമ്മൾ ഹോൾ അടിക്കാനായിട്ട് നമ്മളിപ്പോൾ പേപ്പർ ഹോൾ കഴിയുന്ന പേപ്പർ പ്രസർ എടുത്തിരിക്കുന്നത്. അധികമൊന്നുമില്ല, ഈ മൂലയിൽ 4, ഈ മൂലയിൽ 4, അങ്ങനെ അപ്പുറപ്പുറമായിട്ട് ഒരു 16 ഹോള് അടിക്കുന്നുണ്ട്. അപ്പോൾ കാണാനൊരു ഭംഗി വേണ്ടേ സ്റ്റാർ, അല്ലെങ്കിൽ ഫിനിഷിംഗ് ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് 6 ലീഫുകളും ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടിക്കുന്ന ടൈപ്പ് വന്നിട്ട് ആദ്യം നമ്മൾ വേണ്ടത് ഇതിപ്പോൾ ഒട്ടിക്കുന്നുണ്ട്. ഞാൻ മേലേക്ക് എങ്ങനെയല്ല വെച്ച് പ്രസ് ചെയ്ത്, പണ്ട് ഞാൻ ഇങ്ങനെയല്ല ചെയ്തിട്ടോ, ഉള്ളിലേക്ക് വെച്ച് ഒട്ടിക്കാറ്. അതാണ് കുറച്ചും കൂടി ബെറ്റർ. ഇത് വന്നിട്ട് പോരാ, എൻ്റെ ഓർമ്മയില്ലായ്മ കൊണ്ടാണ് സംഭവിച്ചത്. കുറച്ചുകൂടി ഫിനിഷിങ് ഇല്ല, കമ്മിയാണ് കേട്ടോ അത്. പക്ഷേ ഇത് ഉള്ളിലേക്ക് വെച്ച് കൊടുത്താറുണ്ടല്ലോ, അതിനേക്കാളും പക്കയായി വന്നിട്ടുണ്ടാവും. ഇത് നമുക്ക് മെല്ലെ ഒട്ടിയേ ഉള്ളൂ. ഒരു ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ടുള്ള ഫിനിഷിങ്ങാണ്. അറിയുന്നില്ല, എന്നാലും ബെറ്റർ ഉള്ളിലേക്ക് ഒട്ടിക്കുന്നതാണ് കേട്ടോ, സേഫും കുറച്ചും കൂടെ ബലം കിട്ടുക. അപ്പോൾ നമ്മളൊരു സ്റ്റാർ ഫിനിഷിങ്ങായി. അപ്പോൾ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പേനോണ്ട് തന്നെ. നമുക്ക് അത്രയ്ക്കുള്ള ഹോൾ മതി. 2 സൈഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിച്ച് കെട്ടാനായിട്ട് ഇപ്പോൾ നമ്മൾ സഹായത്തിനായിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വിളിച്ച് കെട്ടാൻ പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് ചാർട്ടിൻ്റെ പേപ്പറല്ലേ, അപ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ട്. നമ്മളങ്ങനെ നോർത്തി പിടിക്കുമ്പോൾ നോർന്ന് വരുന്നില്ല, താഴത്തോട്ട് തന്നെ പോകണം. അതുകൊണ്ടാണ് കേട്ടോ. ഇതാണ് കെട്ടിയിട്ടുള്ള ഫിനിഷിംഗ് ഉള്ള വർക്ക്, ലാസ്റ്റുള്ള വർക്ക്. അപ്പോൾ പുതിയൊരു ചാനലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരാം. ഓക്കെ, ബൈ.